ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടുഡേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +1 തേർഡ് ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ ട്രിഗ്നോമെട്രി എന്നതിന് പ്രാധാന്യമുണ്ട്. എന്താണ് ട്രിഗ്നോമെട്രി? ഈ ട്രിഗ്നോമെട്രി എന്ന വേർഡ് 2 ഗ്രീക്ക് വേർഡായിട്ടുള്ള ട്രിഗ്നോൺ ആൻഡ് മെട്രോൺ എന്ന വേർഡിൽ നിന്നാണ് നമുക്ക് ട്രിഗ്നോമെട്രി എന്ന വേർഡ് ഉണ്ടായത്. ആ ട്രിഗ്നോമെട്രിയുടെ മീനിങ് ആണ് മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്നാണ് അതിൻ്റെ ഈ ട്രിഗ്നോമെട്രീൻ്റെ അപ്ലിക്കേഷൻസ് നിങ്ങൾ 10th പഠിച്ചിരുന്നു. ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് അല്ലെങ്കിൽ ട്രീൻ്റെ ഹൈറ്റ്, ഡെപ്ത് ഓഫ് ദ സീ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ട്രിഗ്നോമെട്രി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ ട്രിഗ്നോമെട്രീൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കൂടുതൽ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. അതായത് എന്തൊക്കെ ഇതിനാണ് നമ്മൾ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുന്നത്? ഡിസൈനിങ് ഇലക്ട്രിക് സർക്യൂട്ട്, നാവിഗേഷൻ ഉപയോഗിക്കുന്നുണ്ട്, സർവേയിങ്ങിന് എടുക്കുന്നുണ്ട്, മ്യൂസിക്കൽ ടോൺസ് ഒക്കെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കും. ഫിസിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സയൻസിലും നമുക്ക് ഈ ട്രിഗ്നോമെട്രി വളരെയധികം ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് കൂടുതലായിട്ട് റിസൾട്ട് തന്ന കുറച്ച് സയൻറ്റിസ്റ്റുകളാണ് ആ സയൻറ്റിസ്റ്റായ ആര്യഭട്ട, ഭാസ്കര ഫസ്റ്റ്, ഭാസ്കര സെക്കൻഡ്, ബ്രഹ്മഗുപ്ത, ഇവരൊക്കെ കുറേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിഗ്നോമെട്രിയിൽ റിസൾട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ റിസൾട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് +1 ആംഗിൾസിനാണ് പ്രാധാന്യം. ആംഗിൾ എങ്ങനെയാണ് ആംഗിൾ ഫോം ചെയ്യുക? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 റേസ് ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിലാണെങ്കിൽ, അതിൻ്റെ എൻഡ് പോയിന്റ് കോമൺ പോയിന്റ് ആണെങ്കിൽ ആംഗിൾ ഫോം ചെയ്യുന്നത് പഠിച്ചു. ഇൻ ട്രിഗ്നോമെട്രി ആംഗിൾ ഈസ് കൺസിഡേർഡ് എ ഫിഗർ ഫോംഡ് ബൈ rotating a given ray points about its end point. The initial point of the ray is called the initial side and the final portion of the ray is called the terminal side. Initial ray ആണ് എന്ത് പറയാ, initial side എന്നും final portion of the ray is called ടെർമിനൽ സൈഡ് എന്നുമാണ് പറയേണ്ടത്. അപ്പോൾ ഞാനൊരു ആംഗിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു റേ ആണ്, ആ റേ റൊട്ടേറ്റ് ചെയ്യുന്ന ഇനീഷ്യൽ പോയിന്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് 2 ഡയറക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിന് പോസിറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് നെഗറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്താണ് ഇനീഷ്യൽ സൈഡ്, അതായത് ഇനീഷ്യൽ പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ഇനീഷ്യൽ റേനെയാണ് എന്ത് പറയാം, ഇനീഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. അത് ഫൈനൽ പൊസിഷൻ ഓഫ് ദ റേ, ഇവിടെയാണ് ഫൈനൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഫൈനൽ പൊസിഷൻ ഓഫ് ദ റേ ആണെന്ന് പറയാം ടെർമിനൽ സൈഡ് എന്ന് പറയാം. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസിലുള്ളത് പോസിറ്റീവ് ആംഗിളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഗറ്റീവ് ആംഗിളുമാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 0 ആംഗിൾ പഠിച്ചിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതന്നെയാണ്, റൊട്ടേഷൻ ഇല്ല, ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു റേ ആണ്, അപ്പോൾ 0 ആംഗിളാണ്. ഇത് നിങ്ങൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും, ഇത് റൈറ്റ് ആംഗിൾ എന്ന് പറയും, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, റിഫ്ലെക്സീവ് ആംഗിൾ ഉണ്ട്, പിന്നെ കംപ്ലീറ്റിംഗ് ആംഗിൾ ഉണ്ട്. കംപ്ലീറ്റിംഗ് ആംഗിൾ ആണെങ്കിൽ ഇനീഷ്യൽ റേ ഇതാണ്, ഫൈനൽ റേ എന്ത് ചെയ്യും, അവിടെ തന്നെ എത്തിപ്പെടുകയാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് അതേ സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആംഗിൾ ആണെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളത് പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും. അതിൽ ഇനീഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇനീഷ്യൽ ആംഗിളിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ റേ ഏതാണോ ആ ഇനീഷ്യൽ റേനെ ഇനീഷ്യൽ സൈഡ് എന്നും, അത് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ ഇതിനെന്ത് പറയും, ടെർമിനൽ സൈഡും എന്നാണ് പറയുക. ആംഗിൾ അറൗണ്ട് എ പോയിന്റ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും? ഇത് ആംഗിൾ ആണെങ്കിൽ അത് എത്രയായിരിക്കും? 360 ഡിഗ്രി. ഇതിനെ പറയുന്നതാണ് ആംഗിൾ. ഇവിടുന്നാണ് ഇനീഷ്യൽ റേ, ഇവിടുന്നാണ് വെക്കുക ഇനീഷ്യൽ സൈഡ്, അവിടുന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ എത്തി കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ആംഗിൾ, ഒരു റവല്യൂഷൻ. അപ്പോൾ എത്ര ഡിഗ്രിയാണ് വരിക? 360 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 60 മിനിറ്റ് എന്നാണ്. ഒരു ഡിഗ്രി എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്.
1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുമാണ്. ഇത് മിനിറ്റിനെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഡാഷ് ഇട്ട മിനിറ്റും 2 ഡാഷ് ആണ് ഇടുന്നതെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡിനെയും ആണ്. ഇത് പഠിച്ചു വെക്കാം. അതേമാതിരി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ടേബിളാണ്. അതായത് 0 നിങ്ങൾക്കറിയാം, 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നത് നിങ്ങൾക്ക് 0ന് 0 തന്നെ എഴുതാം. ഇത് ഡിഗ്രിയിലാണ്. അത് റേഡിയനിലേക്ക് മാറ്റി എഴുതുമ്പോൾ π/6 ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പം π/6 എന്ന് പറഞ്ഞാൽ 180/6 ആണ്. എത്ര വരിക? 30 ഡിഗ്രി. അപ്പൊ ഈ π/6 എഴുതുന്നതിനെ പറയുന്ന പേരാണ് റേഡിയൻ. ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാം. π/6. 45ന്റെ π/4 ആണ്. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 45 ഉണ്ട്. π/3 അതായത് 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. 90 കിട്ടണമെങ്കിൽ 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 30 ഡിഗ്രി π/6 ആണ്. 45നെ കണ്ടോ π/4ഉം 60നെ π/3 എന്നും 90 ഡിഗ്രിനെ π/2 എന്നും നിങ്ങൾ പഠിക്കാം. 180 ആണെങ്കിലോ 180 ആണെങ്കിൽ എന്തായിരിക്കും? പൈ ആയിരിക്കും. 360 ആണെങ്കിലോ 2π. ഇങ്ങനെയുള്ള റേഡിയൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. 270 ആണെങ്കിലോ 270 ആണെങ്കിൽ 3π/2 ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും 30 എന്ന് കേട്ടാൽ 10ാം ക്ലാസ്സിൽ 30 ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +1 എത്തുമ്പോൾ അതിനെ π/6 ആക്കാൻ പഠിക്കണം. 45 ആണെങ്കിൽ π/4 എന്നും 60നെ നമ്മൾ π/3 എന്നും 90 π/2ഉം 180 പൈ ആണ്. 360 2π, 270 3π/2 ആണ്. അത് നിങ്ങൾ എങ്ങനെയാണ് ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റുക? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ എന്നാണ് പറയുന്നത്. റേഡിയൻ. അപ്പൊ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ π/180, 1 ഡിഗ്രി π/180 എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്. ഇപ്പൊ എക്സാമ്പിൾ 30 ഡിഗ്രിന് നമ്മൾ എന്ത് ചെയ്തു? 30 × π/180. π/180 ക്യാൻസൽ ചെയ്തില്ല. 0 ക്യാൻസൽ ചെയ്തു. 380 എത്രയാണ്? 6 ആണ്. അപ്പൊ എന്ത് കിട്ടി? π/6 കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ആംഗിളിനെയും ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ π/180 ആണ്. റേഡിയൻ എന്ന് പറഞ്ഞാൽ മുകളിൽ പൈ ആണ് വരിക. അപ്പൊ തിരിച്ച് 1 റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാനാണെങ്കിൽ 180/π ആയിരിക്കും. 180/π. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഒരു ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാനാണെങ്കിൽ π/180 കൊണ്ട് ഇൻറ്റു ചെയ്യാം. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാണെങ്കിൽ 180/π, അതായത് 180 മുകളിലായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് π/6നെ 30ലേക്ക് മാറ്റാം. എങ്ങനെയാണ് π/6? π/6 എന്ന് പറഞ്ഞാൽ റേഡിയനാണ്. അപ്പൊ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാനാണ് പഠിപ്പിച്ചത്? π/6 ഇൻറ്റു എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? റേഡിയനെ പൈയിലേക്ക് മാറ്റുമ്പോൾ 180/π ആണ്. അപ്പൊ പൈ ക്യാൻസൽ ആവും. 6 180 എത്ര ആഴ്ചയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ രണ്ടും പഠിക്കാം. ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റേഡിയനെ ഡിഗ്രിയിലേക്കാണെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനും സെക്കൻഡ് ക്വസ്റ്റ്യൻ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കാം. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ കുറച്ചൊക്കെ ബൈഹാർട്ടാക്കി പഠിക്കാം. 30 ഡിഗ്രീനെ π/6 ആണ്. എങ്ങനെയാ π/6 കിട്ടിയത്? 30 ഡിഗ്രീനെ
റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാറ്റി എഴുതാൻ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? പൈ ബൈ 180 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈ ബൈ 6 കിട്ടും. അപ്പം നിങ്ങൾക്ക് പൈ ബൈ, അതുപോലെ 45നെ റേഡിയനിലേക്ക് മാറ്റാൻ 45 ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈ ബൈ 4 കിട്ടും. 60 ഡിഗ്രീനെ നിങ്ങൾക്ക് റേഡിയനിലേക്ക് മാറ്റാൻ 60 ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. അപ്പോൾ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? പൈ ബൈ 3 കിട്ടും. 90 ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 180 എത്രയാണ്? 2 ആണ്. അപ്പോൾ എന്ത് കിട്ടും? പൈ ബൈ 2 കിട്ടും. 180നെ റേഡിയനിലേക്ക് മാറ്റാം 180 ഇൻറ്റു പൈ ബൈ 180 ആണ്. 180 180 ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈ കിട്ടും. അപ്പോൾ എല്ലാ നമ്പേഴ്സിനെയും ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയില്ല? അതുപോലെ തന്നെ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഡിഗ്രി ആയതുകൊണ്ട് 180 ആയിരിക്കും മുകളിലുണ്ടാവുക. 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 180 ബൈ പൈ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. പൈ ബൈ 6 തിരിച്ച് 30 ഡിഗ്രി കിട്ടുന്നത് എങ്ങനെയാണ്? പൈ ബൈ 6 ആണ് ആംഗിൾ തന്നതെങ്കിൽ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൈയും പൈയും ക്യാൻസൽ ചെയ്ത് 6 180 എത്ര ടൈംസ് ഉണ്ടാവുക? 30 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് കിട്ടി? റേഡിയനെ ഡിഗ്രിയിലേക്കും കൺവേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? പൈ ബൈ 180 ഉണ്ട്. റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിലോ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. എങ്ങനെ ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാം? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1 ആക്കി എടുക്കാം. 25 ഡിഗ്രി. നിങ്ങൾ 30 ഡിഗ്രി ചെയ്താൽ മതി. കൺവേർട്ട് 25 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? 25 1 ഡിഗ്രീനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തോടെ ചെയ്യേണ്ടത്? 5 ബൈ 180 ആണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ആകെ ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റും. കഴിയുന്നത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയ നമ്പർ 5 ആണ്. 25 5 എത്ര വെച്ചാണ്? 5. പൈ അതുപോലെ എഴുതാം. 180 5 എത്രയാണ്? 3 ടൈംസ് പോകും. 15. 3 5s 15 ആണ്. ബാക്കി 3 0. 30 6 ടൈംസ്. അപ്പോൾ എന്താണ് വരിക? 25 ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റി റേഡിയൻ എഴുതി. റേഡിയൻ ചിലവർ RAD റേഡിയൻ മെഷറിന് എഴുതും, അല്ലെങ്കിൽ C എഴുതിയാലും മതി. റേഡിയൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് കൺവേർട്ട് -47 ഡിഗ്രി 30 മിനിറ്റിനെ മാറ്റണം. അപ്പം നിങ്ങൾ പഠിച്ചു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 60 സെക്കൻഡ് ആണ്. അപ്പം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റും ആണ്. അപ്പം 1 മിനിറ്റിനെ മാറ്റണം. 1 മിനിറ്റ് 1/60 ഡിഗ്രിയാണ്. 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. അപ്പം നമുക്ക് മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പം 1 മിനിറ്റ് എന്തായി മാറും? ബൈ 60 ആവും. അപ്പം മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പം 47 അതുപോലെ എഴുതാം. 30 ഡിഗ്രീനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 60 ചെയ്യാം. അപ്പം എന്തായി? ഡിഗ്രിയിലാവും. 0 0 ക്യാൻസൽ ചെയ്യാം. 3 6 എത്ര ആഴ്ചയാണ്? 3 1 6 3 2. ഇതാണ് ഡിഗ്രി. ഇനി ഈ ഡിഗ്രീനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. മൈനസ് മിക്സ്ഡ് ഫ്രാക്ഷനെ മാറ്റാം. 47 ഇൻറ്റു 2 എത്രയാണ്? 47 ഇൻറ്റു 2 94 ആണ്. ആ 94ന് 1 ആഡ് ചെയ്താൽ 95 ബൈ 2 ഡിഗ്രി. പക്ഷെ ഡിഗ്രിയിലെല്ലാം നമുക്ക് കൺവേർട്ട് ഇൻറ്റു റേഡിയൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 95 ബൈ 2 ഇൻറ്റു റേഡിയനിലേക്ക് മാറ്റുമ്പോൾ പൈ ബൈ 180 ആണ്. പൈ ബൈ 180 ആണ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഇതേമാതിരി ചെയ്യാം. 5 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 5 എത്ര ടൈംസ് ആണ്? ക്യാൻസൽ ചെയ്ത് നോക്കുക. 5 ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 1 ടൈംസ്. ബാക്കി 4ഉം 5 45 9 ആണ്. ഇതിൽ 5 എത്ര വെച്ചാണ്? 3 5 15 6 വരും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മോളിൽ ഇനി എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഈ 19 പൈയും കൂടെ 19 പൈന്ന് എഴുതി വെക്കും.
താഴെ 236 ആണ് ബാലൻസ്. അപ്പൊ 2 × 36 എത്ര വരും? 72. അങ്ങനെ നമുക്ക് എന്തിൽ കിട്ടി? റേഡിയനിൽ കിട്ടി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കൊരു തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു 240 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 240 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ റേഡിയനിലേക്ക് കാണാൻ എന്താ ചെയ്യുക? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? π/180 ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന, രണ്ടിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന 6 ഉണ്ട്. 24 6 4 ടൈംസ് ആണ്. പൈ അതുപോലെ എഴുതാം. ഇവിടെ 6 എത്ര ടൈംസ്? 3. അങ്ങനെ 240നെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 520 ഡിഗ്രി. 520 എന്ന് പറഞ്ഞാൽ എന്താ? 520 × π/180 ആണ്. ഇനി നിങ്ങൾക്ക് ഇതേമാതിരി ഏത് ക്യാൻസൽ ചെയ്ത് പോകും? 0 ക്യാൻസൽ ചെയ്ത് പോകും. 0 ക്യാൻസൽ ചെയ്ത് ഇനി ഇതിൽ രണ്ടിലും പോണ നമ്പർ ഏതോ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് എന്ത് വരിക? 26 വരും. ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ 9. 26 π/9 റേഡിയനാണ് വരും. അങ്ങനെ റേഡിയൻ. അപ്പൊ ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? π/180 ഇൻറ്റു ചെയ്യാനുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യനായി ഫോർത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്യും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു 20 ഡിഗ്രി 40 മിനിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഡിഗ്രീനെ അതുപോലെ എഴുതാം. 40 മിനിറ്റിനെ മാറ്റാം. മിനിറ്റിനെ മാറ്റാൻ എന്താ പഠിപ്പിച്ചത്? ഒരു മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 40നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നതിന് ശേഷം 0 ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്താൽ 2/3 ഡിഗ്രി വരും. എന്താ ചെയ്തത്? മിക്സ്ഡ് ഫ്രാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാം. 20 × 3 60 ആണ്. അപ്പോൾ 62/3 ഡിഗ്രി. ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180 കൊണ്ട് ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കും. ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവാം. ഇതിൽ രണ്ടിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? ഒരു 2 ക്യാൻസൽ ചെയ്ത് പോവാം. 31 ആകും. ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ 90. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ 31 π/270 ഡിഗ്രി റേഡിയനാണ്. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഡിഗ്രി ഇപ്പൊ ഇവിടെ മിനിറ്റിന് പല സെക്കൻഡ് കൂടി ഉണ്ടെങ്കിലോ സെക്കൻഡിനെ എന്ത് ചെയ്യാം? മിനിറ്റിലേക്ക് മാറ്റാം. ആ മിനിറ്റിനെ വീണ്ടും ഡിഗ്രിയിലേക്ക് മാറ്റാം. ഡിഗ്രീനെ വീണ്ടും എന്ത് ചെയ്യുക? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ആകെ പഠിക്കാനുള്ളത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തത് നമുക്ക് ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചതല്ലേ. ഇനി റേഡിയനെ ഡിഗ്രിയിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കി ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ആണ് 5π/3. ഇതിനെ റേഡിയൻ മെഷറിലാണ്. ഇനി ഡിഗ്രി മെഷറിലേക്ക് മാറ്റാം. അപ്പൊ റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റാൻ നിങ്ങളോട് എന്താ ഞാൻ പഠിപ്പിച്ചത്? 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 180/5. അതായത് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 180 ആണ് മുകളിൽ വരിക. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോവാം. 5. ഇനി 3 5 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 8 380 380 എത്ര പ്രാവശ്യമാണ്? 6 ആണ്. 6 3s are 8. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ആകെ ബാലൻസ് ആയിട്ട് 5ഉം 60 ആണുള്ളത്. 5 × 6 എത്രയാ? 300 ഡിഗ്രി. ഇപ്പൊ റേഡിയനിലേക്ക് മാറ്റാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതുപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. 7π/6 എന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. 7π/6 റേഡിയൻ ആണ്. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 180/5 ചെയ്യാം. അതിൽ പൈ ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 6 എത്രയാണ്? 3 30 × 7 എത്ര വരും? 210 ഡിഗ്രി. 210. അപ്പൊ ഇങ്ങനെയുള്ളത് പെട്ടെന്ന് പൈ ക്യാൻസൽ ചെയ്ത് പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് 11/16 റേഡിയനാണ്.
ആ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാം. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ത് ചെയ്യണം എന്നാണ്? 180/π ആണ്. പക്ഷെ പൈ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൈൻ്റെ വാല്യൂ നിങ്ങൾ 22/7 ആണെന്ന് പഠിക്കും. പൈൻ്റെ വാല്യൂ 22/7 ലോവർ ക്ലാസ് 3.14 പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് 22/7 വെച്ച് ചെയ്യും. ഇപ്പൊ 11/16 അതുപോലെ എഴുതി, 180 അതുപോലെ എഴുതി. ഫ്രാക്ഷനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാൻസൽ. ഇവിടെ 11 22 ക്യാൻസൽ ആവും, 2. ഇനി 16ഉം 2 അതിൽ ഏതെങ്കിലും ഒന്ന് നോക്കാം. 2 ക്യാൻസൽ ആക്കാം. 2 18 എത്രയാണ്? 9 ടൈംസ് 90. ഇനി 60ലും 90ലും പോണ നമ്പർ നോക്കാം. 60ലും 90ലും പോണത് ഏതാ? എല്ലാം കാൽക്കുലേറ്റർ അടിച്ചാലും മതി. 60ലും 90ലും പോണാൽ എത്ര വരും? 2 വരുള്ളൂ. 8 45. ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുന്ന നമ്പർ ഉണ്ടാവില്ല. 45 × 7 ചെയ്ത് നോക്കുക. ഇവിടെ 45 ബാലൻസ് ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. 45 × 7 കാൽക്കുലേറ്റർ അടിച്ച് ചെയ്യും. 35 4 7 28 ആകുമ്പോൾ 315/8. ഇനി നിങ്ങൾ ഡിവിഷനും അതേമാതിരി കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ, +1 ഉണ്ട്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 എത്ര ആഴ്ചയിൽ പോവുള്ളൂ? 3 ആണ്. 4 ആകുമ്പോൾ 32 ആവും. അപ്പോൾ 3 8 24 ആണ്. ബാലൻസ് എത്ര വരും? 7 5 വരും. 75 8 എത്രയാണ്? 9 ടൈംസ് ആണ്. 9 8 72. ബാക്കി 3. ഇനി പോവില്ല, അതുകൊണ്ട് അതെങ്ങനെ എഴുതി വെക്കുക? എത്രയാണ്? 39 ഡിഗ്രി. ഫ്രാക്ഷൻ ബാക്കി വന്നത് ഫ്രാക്ഷൻ ആക്കിയില്ല. 3/8 ഡിഗ്രിയാണ്. ഇപ്പൊ ഫ്രാക്ഷനിൽ ഡിഗ്രി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഡിഗ്രീനെ മിനിറ്റ്സിലേക്ക് മാറ്റാം. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ല. അപ്പൊ × 60 ചെയ്യാം. സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. 3/8 ആണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ ഞാൻ 60 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ 39 ഡിഗ്രി 3 × 60 എത്ര വരും? 3 × 60 180/8 ആണ്. ഇനി അതിനെ ചെയ്ത് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. 180 എന്നെ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്താൽ 90/4 വരും. അതായത് 45 അങ്ങനെ എഴുതണം. അങ്ങനെ ചെയ്തിട്ട് ചെയ്യും. 39 ഡിഗ്രി രണ്ടിലും 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര വരും? 45/2 വരും. മിനിറ്റ് ആണ്. 30 ഡിഗ്രി 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരിക? 22.5. 44ൽ 2 ടൈം 22 ടൈംസ് വരും. മിനിറ്റ് അല്ലേ? അപ്പോൾ ഇത് എത്ര വരിക? ഡിവൈഡ് ചെയ്യുക. 22.5 മിനിറ്റ് ആണ്. അപ്പോൾ 39 ഡിഗ്രി 22 മിനിറ്റ് ഹാഫിനെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് വീണ്ടും മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റും. അപ്പോൾ ഹാഫിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 60 ആണ്. 60 സെക്കൻഡ്. അപ്പം 39 ഡിഗ്രി 28 സെക്കൻഡ് മിനിറ്റ് 2 എത്ര 30. അപ്പം 30 സെക്കൻഡ്. അപ്പം 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്. അപ്പോൾ എന്താ ചെയ്തത്? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ചെയ്യുക. 3rd ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യം റേഡിയൽ ആണെങ്കിൽ 180/π എഴുതാം. പൈ ക്യാൻസൽ ചെയ്ത് പോണില്ലെങ്കിൽ 22/7 എഴുതാം. 27ന്റെ റെസിപ്രോക്കൽ എടുക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ 315/8 വരും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പോകുന്ന ഡിഗ്രിയാണ്. ഫ്രാക്ഷൻ ഡിഗ്രിയാണ്, അതിനെ മിനിറ്റിലേക്ക് മാറ്റാം. ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഇൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റ് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും 45/2നെ 22.5 എഴുതാം. അപ്പോൾ 22 മിനിറ്റും 1/2 മിനിറ്റാണ് ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് അതിനെ വീണ്ടും 60 കൊണ്ട് ഇൻറ്റ് ചെയ്യുക. 60 കൊണ്ട് ഇൻറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11/16 റേഡിയനെ ഷോർട്ടാക്കി എഴുതുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്.
ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല, കാൽക്കുലേറ്ററിൽ അടിച്ചാൽ തന്നെ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഡിഗ്രിയിലും മിനിറ്റിലേക്കൊക്കെ മാറ്റാൻ പറ്റും. ഇനി അതുപോലെ ഒരു -4 എന്ന് ചെയ്തു. -4 റേഡിയനാണ്. അപ്പൊ റേഡിയന് മാറ്റുമ്പോൾ എന്താ ചെയ്യാം? 180/π ആണ്. സ്റ്റെപ്പ് പറഞ്ഞു ചെയ്യാം. പൈനെ മാറ്റാം. പൈനെ മാറ്റുമ്പോൾ എന്താ വരിക? 22/7 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 7/22 വരും. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ നോക്കുക. 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 × 180 × 7 ചെയ്യാം. കാൽക്കുലേറ്റർ അടിച്ചിട്ട് എഴുതി വെക്കാം. എത്ര വരാം? 7 × 2 2 × 18 36 ആണ്. 360 ആണ്. 360നെ വീണ്ടും കാൽക്കുലേറ്ററിൽ 7 കൊണ്ട് അടിക്കാം. 2520 വരും. ഇനി വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര ലക്ഷം പോകും? 2 ആണ്. 22 ബാക്കി 32 വീണ്ടും 2 പിന്നെ 990 എത്ര വരും? 22 2 ടൈംസ് ബാക്കി 3 ഉണ്ടാകാം. 3 × 2 32 ആണ്. 32 2 പോയ 10 100 9 ടൈംസ് ബാക്കി 1 വരും. 1/11 ഡിഗ്രി വരും. പക്ഷെ 229 ഡിഗ്രി പിന്നെ നമുക്ക് ഡിഗ്രീനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ × 60 ചെയ്യാം. 60 11 എത്ര ആവശ്യം വരിക? 5 ടൈംസ് ഉണ്ടാവുള്ളൂ. 5 മിനിറ്റ് വരും. 55 അല്ലേ? 5 മിനിറ്റും 5/11 വരും. വീണ്ടും അതിനെ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ 5 മിനിറ്റ് സെക്കൻഡിലേക്ക് മാറ്റാം. × 60 ചെയ്യാം. 60 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താ വരിക? 229 ഡിഗ്രി 5 മിനിറ്റ്. 5 × 300 ആണ്. 300 എത്ര വരും? 5 × 60 300 ആണ്. 300 11 2 29 22 80 7 3 30 അങ്ങനെ പോകും. 27 സെക്കൻഡിന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ചെയ്യുന്നില്ല. 229 ഡിഗ്രി 5 മിനിറ്റ് 27 സെക്കൻഡ് ആണ് സ്പീഡിൽ ചെയ്ത് പഠിക്കാം. ഇനി ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പഠിച്ചത്? റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രാക്ഷൻ വരണ്ടെങ്കിൽ മിനിറ്റിലേക്ക് മാറ്റാം. മിനിറ്റ് വീണ്ടും ചെയ്ത ഫ്രാക്ഷനെ വരണിച്ചാൽ സെക്കൻഡിലേക്ക് മാറ്റാം. × 60 ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഗ്രിയിലും മിനിറ്റിലും സെക്കൻഡിലും ആക്കി എഴുതി വെക്കാം. ഓക്കെ.